ഹലോ, ഇന്നൊരു ക്ലോത്ത് അപ്സൈക്ലിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഈ ഒരു കുഞ്ഞു ഫ്രോക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികളതായിട്ടുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് വന്നിട്ട് പെട്ടെന്ന് തന്നെ ചെറുതായി പോയതുകൊണ്ട് പ്രിൻറ്റ് കാര്യങ്ങളൊന്നും ഡാമേജ് ആയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ്, മെറ്റീരിയൽ നല്ലതായതുകൊണ്ട് ഈ ഒരു ഫ്രോക്കാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പോൾ പെട്ടെന്ന് കേടായി പോകരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ബാലൻസ് വന്നിട്ടുള്ള നല്ല ക്ലോത്ത് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ വിഡ്ത്ത് ഒന്ന് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 17 പോയിൻറ്റ് സംതിങ് ആണ് വന്നിട്ടുള്ളത്. ഇനി വന്നിട്ട് ഞാൻ ആ ഫുൾ ലോവർ പോർഷൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫ്രണ്ട് സൈഡ് ഓപ്പൺ ആയിട്ടുള്ളൊരു ഫ്രോക്കാണ്, ബട്ടൺസ് വന്നിട്ടുള്ളതാണ് ഫുൾ ഫ്രോക്കിൽ. അപ്പോൾ ആ ഒരു ഫ്രണ്ട് സൈഡ് മൊത്തം ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ബാക്കിൽ വരുന്ന ഒരു ഫുൾ പീസ് ഇല്ലേ, ആ ഒരു പീസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ വരുന്ന 2 സ്റ്റിച്ചും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ 2 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന 2 പീസും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വന്നിട്ട് ആ ഒരു ബാക്ക് സൈഡിലെ പീസ് മാത്രമാണ് നമ്മൾ ഈ ഒരു ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ വിഡ്ത്തും ലെങ്ത്തും ഒന്ന് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സിംഗിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതും ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് 2 സൈഡും ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ 2 സൈഡ് കറക്ഷൻ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി കിട്ടുന്ന വിഡ്ത്ത് ആൻഡ് ലെങ്ത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 17/30 ആണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു വിഡ്ത്തിലാണ് നമ്മൾ ഈ ഒരു ബാഗ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ നീഡിനനുസരിച്ച് ഈ ഒരു വിഡ്ത്തും ലെങ്ത്തൊക്കെ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി ഞാനിതിലേക്കൊരു ബ്ലാക്ക് ലൈനിങ് എടുക്കുന്നുണ്ട്. ലൈനിങ്ങിൻ്റെ പീസ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ലൈനിങ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ലൈനിങ് അല്ല, ഒരു തിക്ക് ഫാബ്രിക് ആണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ സാധാരണ ബാഗിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു പീസല്ല, നല്ല തിക്കായിട്ടുള്ള ഒരു നീഡിലൊക്കെ ഇറങ്ങാൻ ബുദ്ധിമുട്ടായിട്ടുള്ള അത്രയും തിക്നെസ്സിലുള്ള ഒരു ബ്ലാക്ക് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെയുള്ള ഫോം ഷീറ്റൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനത് ഈ ഒരു ലൈനിങ് പീസ് തന്നെ 2 ഫോൾഡ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഫോം ഷീറ്റ് യൂസ് ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഫെയർ ക്ലോത്ത് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അതിലേക്ക് അതിൻ്റെ സെയിം മെഷർമെൻറ്റിൽ ഒരു തിക്കായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫാബ്രിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ 2 ലെയർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അയൺ ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് സിപ്പ് അറ്റാച്ച്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഡ്ത്തിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് അതിന് പാകത്തിനുള്ള ഒരു സിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാഗ് വിഡ്ത്ത് വൈസും അല്ലെങ്കിൽ ലെങ്ത്ത് വൈസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ലെങ്ത്ത് വൈസ് ചെയ്യുമ്പോൾ ഒരു സൈഡും കൂടെ ഓപ്പൺ ആക്കിയിട്ട് ചെയ്യേണ്ടി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ സിപ്പ് അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ ആ ഒരു സിപ്പിൻ്റെ എൻഡ് പോർഷൻ ഫിനിഷിങ്ങിന് സെപ്പറേറ്റ് നിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റിൽ ആ ഒരു സിപ്പ് അറ്റാച്ച്മെൻറ്റ് ടൈമിൽ തന്നെ സിപ്പിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു എക്സ്ട്രാ പോർഷൻസൊക്കെ ഇല്ല, അതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫെയർ ക്ലോത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ സിപ്പ് വയ്ക്കുക. അതിന് ശേഷം ഇതുപോലെ ലൈനിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സിപ്പിൻ്റെ എക്സ്ട്രാ പോർഷൻസൊക്കെ ലൈനിങ്ങിൻ്റെയും ഫെയർ ക്ലോത്തിൻ്റെയും ഉള്ളിലേക്കായിട്ടാണ് വരല്. അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല ഫിനിഷിങ് ലുക്കിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ടേൺ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു സിപ്പിൻ്റെ റണ്ണർ മാത്രമേ വിസിബിൾ ആവുള്ളൂ. അതിൻ്റെ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള എൻഡ് പോർഷൻ കാര്യങ്ങളൊന്നും വിസിബിൾ ആവില്ല. അതിപ്പോൾ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ
അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് ആദ്യം പ്ലേസ് ചെയ്യേണ്ടതെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. ആദ്യം ഇതാ നമ്മുടെ ഫെയർ ക്ലോത്ത് വെച്ചിട്ട് റൈറ്റ് സൈഡാണ് കേട്ടോ, അതിൻ്റെ കറക്റ്റ് നമ്മുടെ ഫ്രണ്ട് സൈഡാണ് വെക്കേണ്ടത്. പ്രിൻറ്റഡ് സൈഡ് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ സിപ്പ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി സിപ്പിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റണ്ണർ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ ബാക്കി സിപ്പിൻ്റെ പോർഷൻസ് രണ്ട് ക്ലോത്തിൻ്റെയും ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ടേൺ ചെയ്തെടുക്കുമ്പോൾ നമുക്കിതുപോലെ കറക്റ്റ് കിട്ടുന്നതാണ് കേട്ടോ. ഇനി ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ടൈം സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ലെങ്ത്തുള്ള സ്റ്റിച്ചില്ലേ, ആ ഒരു വലിയ സ്റ്റിച്ച് അതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആവശ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റിമൂവ് ചെയ്തിട്ട് വീണ്ടും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതാ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നല്ല ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കത് പതിച്ചെടുക്കുന്ന ആ ഒരു സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അത് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ ആ ഒരു റഫ് എൻഡ് ഒന്നുമില്ല ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് നീറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഈ മറ്റേ സൈഡിലോട്ടും ചെയ്തെടുക്കുന്നത്. ഇനി അതൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലോത്ത് എങ്ങനെ പിടിച്ചിട്ടാണ് നെക്സ്റ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതാ ആദ്യം തന്നെ ഇങ്ങനെ വെച്ചെടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഫെയർ ക്ലോത്ത് സിബിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ സിപ്പ് ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ റണ്ണർ രണ്ടിൻ്റെയും മിഡിൽ വരുന്ന രീതിയിൽ ഫ്രീ റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലീവ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഫെയർ ക്ലോത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ലൈനിങ് പീസ് വയ്ക്കുമ്പോൾ ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം വെച്ച് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് നമുക്കിത് ടേൺ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ടേൺ ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്താൽ തന്നെ മതിയാകും. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിംഗിൾ സ്റ്റിച്ചിൽ തന്നെ നമുക്കിത് നല്ല നീറ്റായിട്ട് തന്നെ റഫ് എഡ്ജൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബാഗിൻ്റെ ഉൾ സൈഡായാലും അതുപോലെ പുറത്തായാലും നല്ല നീറ്റിൽ തന്നെയാണ് സിപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ട് ആ ഒരു റഫ് എഡ്ജ് ഫിനിഷ് ചെയ്യാൻ നിൽക്കേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തെടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കറക്റ്റ് ആ ഒരു റൈറ്റ് സൈഡ് അപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നമ്മുടെ സിബ് അറ്റാച്ച് ചെയ്തിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു സൈഡും പിന്നെ നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം കറക്റ്റ് ഇതിൻ്റെ മിഡിലില്ലേ ഈ ഒരു പോർഷൻ, അവിടെ ഒരു മാർക്കിംഗ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്നുകിൽ ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്താൽ തന്നെ മതിയാവും. നമുക്ക് ആ ഒരു സെൻറ്റർ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ഒരു കട്ടിങ്ങിലേക്ക്, ആ ഒരു സെൻറ്റർ പോയിൻറ്റിലേക്ക് നമ്മുടെ സിപ്പ് പോർഷൻ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക. ആ ഒരു സിപ്പ് പോർഷൻ കറക്റ്റ് ആ ഒരു സെൻട്രലൈസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമുക്ക് തിരിച്ചു വെച്ചിട്ട് റോങ് സൈഡിലാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കറക്റ്റ് സൈഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രോസസ്സില്ലേ നമ്മളിപ്പോൾ സിപ്പിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചിട്ട് മാർക്ക് ചെയ്യൽ, അതുപോലെ പിൻ അറ്റാച്ച് ചെയ്യൽ, ഇതെല്ലാം നമ്മൾ റോങ് സൈഡ് തിരിച്ചു വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്കൊരു സ്ട്രിങ്ങും കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വെക്കുന്നതെന്നും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റൈറ്റ് സൈഡിൽ പിൻ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഈ ഒരു ഫ്രോക്കിൻ്റെ യോക്ക് പോർഷൻ വെച്ചിട്ട് ഒരു സ്ട്രിങ്ങും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ട്രിങ്ങിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുമ്പോൾ മിനിമം ഒരു 3 ഇഞ്ചെങ്കിലും വിട്ട് വരുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ റോങ് സൈഡ് തിരിച്ചു വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മുടെ ആ ഒരു സിപ്പിൻ്റെ കറക്റ്റ് സെൻട്രലൈസ് ചെയ്തിട്ട് തന്നെ സ്ട്രിങ്ങും കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് സൈഡും സ്ട്രിങ്ങും പിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതുപോലെ റോങ് സൈഡ് തിരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. തിരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ രണ്ട് എൻഡും ഫുള്ളായിട്ട് ഒരു സിംഗിൾ സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഈ ഒരു 4 കോർണേഴ്സിലും മാർക്കിംഗ് ചെയ്തെടുക്കലാണ്. അപ്പോൾ 2 ഇഞ്ച് വിഡ്ത്ത് 2 ഇഞ്ച് ലെങ്ത്ത് എന്ന് വെച്ചാൽ 2x2 വരുന്ന രീതിയിൽ ഒരു ബോക്സ് ഫോം ചെയ്തെടുക്കലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് 4 കോർണേഴ്സിലും മാർക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ 2 ഇഞ്ച് വിഡ്ത്തൊക്കെ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൻ്റെ ആ ഒരു എഡ്ജെന്ന് വേണം കേട്ടോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ലീവ് ചെയ്തിട്ടുള്ള സീം ലൈൻസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യരുത്. അത് വെച്ചിട്ട് വേണം നമ്മൾ 2x2 മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള പോർഷൻ കട്ട് ചെയ്തും കൂടെ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള 4 കോർണേഴ്സും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാഗ് റെഡിയാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കോർണർ ഇതുപോലെ ഒന്ന്
ഫ്ലാറ്റായിട്ടൊന്ന് തുറന്ന് പിടിച്ചതിന് ശേഷം നമ്മുടെ ലൈനിങ് ഒക്കെ 2 ലെയർഡ് ആയതുകൊണ്ട് കറക്റ്റ് എല്ലാം സെയിം വരുന്ന രീതിയിലൊന്ന് പിടിച്ച് നിവർത്തിയെടുക്കേണ്ടതാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു കോർണർ പീസ് ഇതുപോലെ ഒന്ന് കറക്റ്റ് വിടർത്തി പിടിച്ചതിന് ശേഷം ഒരു സ്റ്റിച്ച് കൊടുക്കേണ്ടതാണ്. അതുപോലെ 4 കോർണറിലും സെയിം സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കേണ്ടതാണ്. സെയിം രീതിയിൽ ഞാനിവിടെ 4 കോർണറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബൊക്കെ ഓപ്പൺ ആക്കിയിട്ട് റൈറ്റ് സൈഡ് ഒന്ന് ടേൺ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തുള്ള 4 കോർണറില്ലേ, ആ ഒരു കോർണേഴ്സൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്ലോത്ത് വെച്ചിട്ട് ഒരു പൈപ്പിങ്ങും കൂടെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് ഫിനിഷിങ്ങിൽ കിട്ടുന്നതാണ്. അപ്പോൾ അതാ ടേൺ ചെയ്തെടുത്തപ്പോൾ തന്നെ എല്ലാ കോർണറും കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ഷേപ്പിൽ നിൽക്കണമെങ്കിൽ നമുക്ക് 4 കോർണേഴ്സ് ഇല്ലേ, ആ കോർണേഴ്സ് എല്ലാം കൂടെ നമുക്ക് പുറത്ത് ഈ ഒരു ബാഗിൻ്റെ പുറത്തായിട്ട് ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ബ്ലാക്ക് ത്രെഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ത്രെഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നീറ്റ്നെസ്സൊക്കെ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ആ ഒരു സ്റ്റിച്ച് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ അത് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ട ഏരിയയും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റ് ബാഗ് നമ്മുടെ സിപ്പിൻ്റെ പോർഷൻ അപ്സൈഡ് ആക്കി വെച്ചതിന് ശേഷം ഈ ഒരു പോർഷൻ ഇല്ലേ, ഒരു കോർണറിൻ്റെ ഒരു എൻഡ് തൊട്ട് മറ്റേ കോർണറിൻ്റെ ആ ഒരു എൻഡ് വരെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ബേസ് സൈഡിലേക്കും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലെ കോർണറിൻ്റെ എൻഡ് തൊട്ട് മറ്റേ കോർണറിൻ്റെ എൻഡ് വരെ, അങ്ങനെ 2 സ്റ്റിച്ച് അപ്പുറത്തും 2 സ്റ്റിച്ച് ഇപ്പുറത്തും ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ബാഗിൻ്റെ ഷേപ്പിൽ തന്നെ നിൽക്കുന്നതാണ്. ഇനി ആ ഒരു സ്റ്റിച്ച് നമ്മൾ ടോപ്പ് പോർഷനിൽ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബാഗിൻ്റെ കറക്റ്റ് കളർ ത്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റിച്ച് ഇപ്പോൾ ചെയ്തെടുക്കാത്തത്. അപ്പോൾ അത് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ഫിനിഷിങ് ലുക്കിൽ തന്നെ കിട്ടുന്നതാണ്. ആ ഒരു ബാഗിൻ്റെ സ്ക്വയർ ഷേപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു ബാഗിൻ്റെ കപ്പാസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സും കൂടെ അതിലേക്കൊന്ന് ഓർഗനൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മളൊരു 3 to 4 ഡേയ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ബാഗിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ കാണുന്ന പോലെയല്ല കേട്ടോ, നല്ല സ്ട്രോങ് ആണ്, നല്ല ബേസ് കൊടുത്തുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ് നല്ല സ്ട്രോങ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ പിന്നെ നമുക്ക് സിപ്പും നല്ല ക്വാളിറ്റിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ട്രാവൽ ബാഗൊക്കെ ആക്കിയിട്ട് ഇതുപോലെയുള്ള ബാഗ്സൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി നമുക്കിതൊരു 3 to 4 ഡേയ്സ് ട്രിപ്പിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്റ്റായിട്ടുള്ളൊരു ബാഗ് തന്നെയാണ്. ഇനിയിപ്പോൾ ഡ്രസ്സ് മാത്രമല്ല, ഇതിലേക്ക് നമുക്ക് ഫുഡ് ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യാനും ഒരു ലഞ്ച് ബോക്സൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാനും അങ്ങനെയും കൂടെ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.